ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. 2025 നവംബറിൽ ടാറ്റ മോട്ടോഴ്സ് വിൽപ്പനയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഏകദേശം 60,000 യൂണിറ്റുകളാണ് വിറ്റത്. ആഭ്യന്തര വിൽപ്പന 22% വർദ്ധിച്ചപ്പോൾ കയറ്റുമതിയിൽ 3000% എന്ന അവിശ്വസനീയമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെയും ജനപ്രിയ വാഹന ബ്രാൻഡായ ടാറ്റ മോട്ടോഴ്സ് 2025 നവംബറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ കാലയളവിൽ ടാറ്റ കാറുകൾ ഏകദേശം 60,000 പുതിയ ഉടമകളെ നേടി. ആഭ്യന്തര വിൽപ്പന ശക്തമായി തുടരുമ്പോൾ തന്നെ കയറ്റുമതി കണക്കുകൾ ഗണ്യമായ കുതിച്ചുചാട്ടമുണ്ടായി. വിദേശത്ത് ടാറ്റ വാഹനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നത് ഇതിന് ഒരു പ്രധാന കാരണമാണ്. ഡിസംബറിൽ ഈ ആക്കം കൂടുതൽ വർദ്ധിക്കുമെന്ന് കമ്പനിക്ക് ഉറപ്പുണ്ട്. പെട്രോൾ ഇന്ധനമായി പ്രവർത്തിക്കുന്ന ഹാരിയറും സഫാരിയും ഡിസംബർ 9 പുറത്തിറങ്ങും. ഇത് കമ്പനി ഒരു പ്രധാന ഗെയിം ചേഞ്ചറായി കണക്കാക്കുന്നു. വിൽപ്പനയുടെ കാര്യത്തിൽ ടാറ്റ മോട്ടോഴ്സ് 2025 നവംബറിൽ ആകെ 59,199 യൂണിറ്റുകൾ വിറ്റു. ആഭ്യന്തര വിൽപ്പന 22% വർദ്ധിച്ച് 57,436 യൂണിറ്റുകളായി. വാർഷികാടിസ്ഥാനത്തിൽ ആഭ്യന്തര കയറ്റുമതി വിൽപ്പനയിൽ കമ്പനി 25.64% വളർച്ച കൈവരിച്ചു. കയറ്റുമതി പ്രത്യേകിച്ചും ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ ടാറ്റ വെറും 54 യൂണിറ്റുകൾ മാത്രമാണ് കയറ്റുമതി ചെയ്തത്. എന്നാൽ ഈ വർഷം ഈ കണക്ക് 1,763 യൂണിറ്റുകളായി വർദ്ധിച്ചു. ഇത് 3,164% വൻ വർധനവാണ്. ടാറ്റയുടെ ഇലക്ട്രിക് വാഹന വിൽപ്പന ഈ മാസം 7,911 യൂണിറ്റിലെത്തി. ഇത് ടാറ്റയുടെ ഇലക്ട്രിക് കാറുകളുടെ 52% വളർച്ചയെ പ്രതിനിധീകരിക്കുന്നു. ടാറ്റ നെക്സോൺ EV, പഞ്ച് EV പോലുള്ള വാഹനങ്ങൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ് മൂലമാണിത്. ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ EV വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തോടെ തങ്ങളുടെ ഇലക്ട്രിക് വാഹന നിരയിലേക്ക് 10 പുതിയ മോഡലുകൾ ചേർക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൊബൈൽ ട്രാക്കിംഗ് ആപ്ലിക്കേഷനായ സഞ്ചാർ സാത്തിയുടെ ഉപയോഗം നിർബന്ധമല്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്നും ഫോണുകളിൽ നിന്ന് അവ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി. എല്ലാ ഫോണുകളിലും നിർബന്ധമായി മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സർക്കാർ മൊബൈൽ നിർമ്മാണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും സഞ്ചാർ സാഥി ആപ്പ് ഉപഭോക്താവിന് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്കുള്ള ഇന്ത്യൻ സർക്കാരിന്റെ നിർദ്ദേശം സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾക്ക് തിരികൊളുത്തിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വിശദീകരണവുമായി എത്തിയത്. രാജ്യത്ത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പുകൾ പെരുകിവരുന്ന സാഹചര്യത്തിൽ അവയുടെ IMEI നമ്പറുമായി ബന്ധിച്ച് പ്രവർത്തിക്കുന്ന ആപ്പാണ് സഞ്ചാർ സാഥി. 2024 ജനുവരിയിലാണ് ഇത് അവതരിപ്പിച്ചത്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇതുവരെ നഷ്ടമായ 7 ലക്ഷത്തോളം ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞതായാണ് സർക്കാർ കണക്കുകൾ. രാജ്യത്തെ പ്രധാന മൊബൈൽ ഫോൺ ഉൽപ്പാദകരായ ആപ്പിൾ, സാംസങ്, ഷവോമി, വിവോ, ഒപ്പോ എന്നിവ നിർബന്ധമായും നിബന്ധന പാലിക്കണമെന്നായിരുന്നു നിർദ്ദേശം. നവംബർ 28 കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. നിലവിൽ വിതരണഘട്ടത്തിലുള്ള ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ സമയത്ത് ആപ്പ് ഉൾപ്പെടുത്തണം. കമ്പനികൾക്ക് പ്രത്യേകമായാണ് ഉത്തരവ് കൈമാറിയിരിക്കുന്നതാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.